1945 ജനുവരി മാസം 1-ാം തീയതിയാണ് എൻ്റെ ജനനം. പിതാവിൻ്റെ പേര് കുന്നത്ത് മൂസ, മൂസ ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉമ്മയുടെ പേര് മാടമ്പി ഇയ്യാത്തുട്ടി. ഇരുമ്പുഴി തെക്കുമുറി എന്ന സ്ഥലത്ത്, മലപ്പുറത്തിന് സമീപമുള്ള ഇരുമ്പുഴി തെക്കുമുറി എന്ന സ്ഥലത്താണ് ഉമ്മയുടെ സ്ഥലം. അവിടെയാണ് എൻ്റെ ജനനം ഉണ്ടായത്. ഉമ്മയുടെ ആദ്യ പ്രസവമായതുകൊണ്ട് ആദ്യ പ്രസവത്തിന് ഉമ്മയുടെ നാട്ടിലേക്ക് കൊണ്ടുപോയും അവിടെ ജനനം നടക്കുകയും ചെയ്യുക എന്നതാണ് ആ സന്ദർഭത്തിലുണ്ടായിരുന്ന സമ്പ്രദായം. പിന്നീട് വല്ലിപ്പ കുന്നത്ത് ആലി ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയും അവിടെയാണ് എൻ്റെ ചെറുപ്പകാലം കൂടുതലും കഴിച്ചു കൂട്ടിയത്. 4 വയസ്സ് 5 വയസ്സാകുന്ന സന്ദർഭം വല്ലിപ്പാൻ്റെ കൂടെ തന്നെ പോയി അറബി അക്ഷരങ്ങൾ പഠിക്കുകയും 6 വയസ്സായപ്പോഴത്തേക്ക് ഏകദേശം ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 7-ാമത്തെ വയസ്സോടുകൂടിയാണ് എന്നെ സ്കൂളിൽ ചേർത്ത്. 6-ാമത്തെ വയസ്സിൻ്റെ ലാസ്റ്റ് 7-ാമത്തെ വയസ്സ്. ഒരാഴ്ച മാത്രമാണ് തിരൂർക്കാട് സ്കൂളിൽ പോയത്. അതിനുശേഷം ഇരുമ്പുഴി, നേരത്തെ പറഞ്ഞ ഇരുമ്പുഴി തെക്കുമുറി, ആ സ്ഥലത്ത് കിതാബ് ഓതാൻ വേണ്ടി പോയി 7-ാമത്തെ വയസ്സിൽ. അവിടുന്ന് 4 വർഷക്കാലം സൈദാലി മുസ്ലിയാർ, മർഹൂം സൈദാലി മുസ്ലിയാർ, പെരിന്തൽമണ്ണക്കാരനാണ് അദ്ദേഹം, കക്കുത്ത് മഹലിൽ പെട്ട ആളായിരുന്നു. അദ്ദേഹം 10-30 ചില്ലാനം 40 വർഷത്തോളം ഇരുമ്പുയിൽ മുദരിസായി. അവിടെ 4 വർഷക്കാലം ഞാൻ കിതാബ് ഓതിപ്പടിച്ചു. 11-ാമത്തെ വയസ്സിൽ ഞാൻ പുത്തനങ്ങാടിയിൽ വന്നു. പ്രസിദ്ധമായ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് ഒരു കൊല്ലത്തിൽ താഴെയുള്ള കാലങ്ങളാണ് ഞാൻ കിതാബ് ഓതിയത്. അതിനുശേഷം പിന്നെ പടിഞ്ഞാറ്റുമുറിയിൽ 3 വർഷക്കാലം കിതാബ് ഓതി. ആദ്യം 3 മാസവും പിന്നീട് 3 വർഷവും, അങ്ങനെ 3 വർഷത്തിൽ ചില്ലാനം അവിടെ കിതാബ് ഓതി. ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാരുടെ ജ്യേഷ്ഠനായിരുന്ന മൈദി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നാണ് പടിഞ്ഞാറ്റുമുറിയിലെ ദർസ് തുടങ്ങിയത്. തുടർന്ന് ബഹുമാനപ്പെട്ട വാപ്പുട്ടി മുസ്ലിയാരുടെ അടുക്കലും 3 വർഷക്കാലം താമസിച്ചു. അതിനിടക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വേളൂർ അരിപ്പറ ജുമാ മസ്ജിദിൽ 3 വർഷക്കാലം കിതാബ് ഓതി. അദ്ദേഹം ഹജ്ജിന് പോയ സമയത്താണ് ബഹുമാനപ്പെട്ട വാപ്പുട്ടി മുസ്ലിയാരുടെ അടുക്കലേക്ക് ദർസ് പഠനത്തിന് വേണ്ടി പോയത് പടിഞ്ഞാറ്റുമുറിയിൽ. വാപ്പുട്ടി മുസ്ലിയാരുടെ അടുക്കൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പള്ളി ദർസിലുള്ള കിതാബുകളൊക്കെ ഓതി തീർന്നു. വീടുകളിലേക്ക് ചെലവിന് പോവാറാണ് പതിവ്. അരിപ്പറയിലുള്ള സന്ദർഭത്തിൽ ഞങ്ങളുടെ ചെലവുകളൊക്കെ ഉണ്ടായിരുന്നത് പാതിരമണ്ണ ഭാഗത്താണ്. അപ്പോൾ വർഷക്കാലം വന്നാൽ പാലം, ശരിക്കുള്ള പാലല്ല, കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം കൊണ്ടുപോകാനുള്ള പാത്തി കൊണ്ടുണ്ടാക്കുന്ന തോണിയാണ്, പാത്തിയാണ്. അതിൽ കൂടിയാണ് നടന്ന് ഒരഭ്യാസം. ഇപ്പോൾ അത് ആലോചിക്കാൻ തന്നെ സാധ്യമാവില്ല. അങ്ങനെയാണ് അങ്ങോട്ട് ഭക്ഷണത്തിന് പോയിരുന്നത്. 10 മണിക്കും ഉച്ചക്കുമുള്ള ഭക്ഷണം അവിടെയാണ്. വൈകുന്നേരമുള്ള ഭക്ഷണം അരിപ്പേരിയിലുള്ളപ്പോൾ പനങ്ങാങ്ങരയിൽ നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ വീട്ടിലായിരുന്നു. താഴത്തെ തൊടിയിൽ അബു ഹാജി തുടങ്ങിയുള്ള ആളുകളാണ് അവിടെ. അത് പ്രയാസം ഉണ്ടായിരുന്നില്ല. ഏതായാലും വളരെ ക്ലേശകരമായ നിലയിലാണ് ആ സന്ദർഭത്തിലുള്ള പഠനവും അതുപോലെ അവിടുത്തെ താമസവും. കുളിക്കാനുള്ള സൗകര്യം വളരെ കുറവ്. എപ്പോഴെങ്കിലും കുളിക്കുന്നതാണ്. വേനൽക്കാലം വന്നാൽ പുഴയിൽ പോയി കുളിക്കും. വർഷക്കാലത്ത് കുളിക്കാൻ സൗകര്യം വളരെ കുറവാണ്. ഇരുമ്പുയിലുള്ള സന്ദർഭങ്ങളിലും ഏകദേശം അങ്ങനെ തന്നെ. വർഷക്കാലത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. വേനൽക്കാലങ്ങളിൽ പുഴയിൽ പോകണം. പുഴയിൽ പോയാൽ പലപ്പോഴും നല്ലോണം നീന്താൻ അറിയാത്തത് കൊണ്ട് പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 1 മൈൽ വരെയൊക്കെ യാത്ര ചെയ്താണ് ഭക്ഷണം കഴിക്കാറുള്ളത്. സന്തോഷത്തോടുകൂടി ഭക്ഷണം ലഭിക്കും. ഉള്ള ഭക്ഷണത്തിൽ എല്ലാവരും സന്തുഷ്ടരുമാണ്. അന്ന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കുമുള്ള ഭക്ഷണം അത് തന്നെയാണ്.
പക്ഷേ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാ വീട്ടുകാരും കുറച്ച് മെച്ചപ്പെട്ട ഭക്ഷണമാണ് നൽകാറുള്ളത്. ഇന്നും ആ നില തുടരുകയാണ്. ഒരു കിതാബോധി ഏകദേശം ആകുമ്പോഴാണ് വേറൊരു കിതാബ് തുടങ്ങുക. അങ്ങനെ 1-2 കിതാബുകൾ, ആദ്യം ഒരു കിതാബ് മാത്രം, പിന്നീട് 1-2 കിതാബുകളായി, 2-3 കിതാബുകളായി. അങ്ങനെ യാണ് കിതാബ് ഇരുമ്പുയിൽ വെച്ചും അതുപോലെ പുത്തനങ്ങാടിയിൽ വെച്ചും പടിഞ്ഞാറ്റുമുറിയിൽ വെച്ചും അരിപ്പറയിൽ വെച്ചും ഈ 4 സ്ഥലത്താണ് ഞാൻ കിതാബോധി പഠിച്ചിട്ടുള്ളത്. അതിൽ പടിഞ്ഞാറൻ മേഖലയിൽ ഏകദേശം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റ് സൗകര്യത്തിൻ്റെ കാര്യത്തിലും കുറച്ച് മെച്ചപ്പെട്ട അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 964 കൂടിയാണ് ഞങ്ങൾ ജാമ്യയിൽ എത്തിച്ചേരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഈയിടെ നിര്യാതനായ നമ്മുടെ പൂക്കോയ തങ്ങൾ, ശിഹാബ് തങ്ങളുടെ അളിയൻ, പൂക്കോയ തങ്ങളുടെ മരുമകൻ, അതുപോലെ അവിടെ തന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആറ്റക്കോയ തങ്ങൾ, പാണക്കാട് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരാൾ, ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, അലി ബാഫക്കി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം, മുക്കം മോയിമോൻ ഹാജി, വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, ബ്ലാത്തൂർ ഉമർ ഫൈലി, അബൂബക്കർ തൊഴുവാനൂർ ഫൈലി തുടങ്ങിയുള്ള ആളുകളോട് കൂടി 4 വർഷക്കാലം ജാമ്യയിൽ താമസിച്ചു. ജാമ്യയിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയും അതുപോലെ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും അതുപോലെ ഫിഖ്ഹിൽ വലിയ പണ്ഡിതനായിരുന്ന കുഞ്ഞലവി മുസ്ലിയാർ, താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അലനല്ലൂർ കുഞ്ഞലവി മുസ്ലിയാർ, വേലൂരിലെ മുദരിസും പ്രിൻസിപ്പാളുമായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഹസരത്ത് കായൽപട്ടണം അവറുകൾ തുടങ്ങിയുള്ള ആളുകളിൽ നിന്നാണ് ജാമ്യയിൽ നിന്ന് കിതാബ് ഓതിയത്. 4 വർഷത്തെ ജീവിതത്തിനിടയിൽ ഷംസുൽ ഉലമയിൽ നിന്നും കോട്ടുമല ഉസ്താദിൽ നിന്നും ഒരുപാട് സമ്പാദിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമ്പാദിച്ചു എന്ന വാക്ക് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ആ സമ്പാദ്യം എന്ന് പറഞ്ഞത് ഓരോ കിതാബുകളും അവരോധിത്തരുന്നതിൽ ഒരു പുതിയ അനുഭവം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയിൽ നിന്ന് ജമ്മുൽ ജവാമി ഏകദേശം ഭാഗം ഓതിത്തീർന്നു. നേരത്തെ ജമ്മുൽ ജവാമി മുഴുവനായും ഓതി വന്നിട്ടുണ്ട്. ജാമ്യയിലെത്തിയപ്പോൾ എന്നോട് ഷംസുൽ ഉലമ 7 മുത്തവ്വലിലോ ചേരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ 6 തന്നെ തിരഞ്ഞെടുത്തത് സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായി പഠിക്കണമെന്ന നിലയിലാണ്. അതിലേക്ക് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബിൽ നിന്നാണ് ഈ അക്ഷരങ്ങളുടെ ABCയുടെ അക്ഷരം മനസ്സിലാക്കുന്നതും അല്പമൊക്കെ പഠിക്കാനും കഴിഞ്ഞത്. പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് ജാമ്യയിൽ വന്നപ്പോൾ അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും ഇംഗ്ലീഷും ഉറുദും പഠിപ്പിച്ചിരുന്നു. കുറച്ച് ദിവസം കുട്ടിയസൻ ഹാജിയും ഉണ്ടായിട്ടുണ്ട് മർഹൂം. അങ്ങനെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ അത് വികസിപ്പിച്ചെടുത്തു. 4 വർഷക്കാലമാണ് ജാമ്യയിൽ താമസിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ജീവിതമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 967 ഞങ്ങൾ ജാമ്യയിൽ ഏകദേശം ഞങ്ങളുടെ അവസാന സന്ദർഭമാണ്. സുപ്രധാനമായ ഒരനുഭവം ജാമ്യയിൽ ഉണ്ടായത് അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ്. പെട്ടെന്ന് ന്യൂസ് കിട്ടാൻ എന്താണ് മാർഗമെന്ന് അന്നത്തെ നൂറുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന അലി ബാഫക്കി തങ്ങളെ വിളിച്ച് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയാണ് അറബി റേഡിയോ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന നല്ലൊരു റേഡിയോ. ആ റേഡിയോയിൽ അറബി ന്യൂസും അതുപോലെ മറ്റ് ന്യൂസുകളും ഇൻ്റർനാഷണൽ ന്യൂസുകളും കിട്ടിയിരുന്നു. അത് വെച്ച് ഓരോ സമയങ്ങളിലും അപ്പോൾ ഉണ്ടാകുന്ന ന്യൂസുകൾ ഷംസുൽ ഉലമക്ക് തങ്ങൾ അറിയിച്ചു കൊടുത്തിരുന്നു. ആ ന്യൂസുകളുടെ ഏകദേശം പരിഭാഷ ഞാൻ തയ്യാറാക്കുകയും ഷംസുൽ ഉലമയെ അത് ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഷംസുൽ ഉലമയിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തിയിരുന്നു. ആ നിലക്ക് 4 ദിവസം കൊണ്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പറയാനോ ഊഹിക്കാനോ പറ്റാത്ത അത്ര വലിയ തോതിലുള്ള ഒരനുഭവമാണ്, അല്ലെങ്കിൽ അറബികൾക്ക് പരാജയമാണ് അന്നുണ്ടായത്. ജമാൽ നാസറിൻ്റെ പ്രസ്താവന വന്നു. അറബ് രാജ്യത്തെ മോചിപ്പിക്കാൻ, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ സമയമായി, ഇസ്രായേലിനെ അറബ് മണ്ണിൽ നിന്ന് തുരത്തുക എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന വന്നപ്പോഴത്തേക്ക്, ഒരു യുദ്ധം ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തിൽ നിന്ന്
യുദ്ധത്തിൽ പ്രവേശിക്കുകയും യുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു പരാജയം എന്ന നിലക്ക് അറബികൾക്ക് ശക്തമായ പരാജയം ഏൽപ്പിച്ചുകൊണ്ടാണ് അത് മറുപടി. അതിനു മുമ്പുണ്ടായ ഒരു ചെറിയ അനുഭവം, ഞങ്ങൾ ജാമ്യയിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ്. അന്ന് ബാഫക്കി തങ്ങൾ പലപ്പോഴും പല ആളുകളെയും ജാമ്യ സന്ദർശിക്കാനായി കൊണ്ടുവരും. ആ സന്ദർഭത്തിൽ തമിഴ്നാട്ടുകാരനായ ഒരാൾ, അദ്ദേഹം ഈജിപ്തുമായും അറബ് രാജ്യങ്ങളുമായും വളരെ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ജാമ്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു. സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കേണ്ടത് അറബിയിലാവണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അറബിയിൽ പ്രസംഗം തയ്യാറാക്കിയത് ഞാനായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് മാണിക്കൂത്തുകാരൻ ഉസ്മാൻ, അദ്ദേഹത്തെപ്പറ്റി വിദ്യാർത്ഥികളുടെ ഇടയിൽ ടൈപ്പ് റിക്കാർഡ് ഉസ്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആരെങ്ങനെ പ്രസംഗിച്ചോ അതേ പ്രസംഗം പോലെ അദ്ദേഹം പ്രസംഗം അവതരിപ്പിക്കുമായിരുന്നു. ഇന്നും അദ്ദേഹം ക്ഷീണിതനായി. ഞാൻ ഖാലിസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള കാസർഗോഡിനടുത്ത് മാണിക്കൂത്തിൽ അദ്ദേഹം സുഖകരമായ നിലയിൽ പഴയ ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹമാണ് എൻ്റെ പ്രസംഗം, ഞാൻ എഴുതിയുണ്ടാക്കിയ പ്രസംഗം അറബിയിൽ അവതരിപ്പിച്ചത്. ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഷുഐബ് ആലിം സാഹിബ് കീഴക്കര, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ നിന്ന് വന്ന ശേഷം ഇങ്ങനെയുള്ള ശുദ്ധമായ ഒരു അറബി പ്രസംഗം കേട്ടിട്ടില്ല, ഒരു അറബി ശൈലി എനിക്ക് കാണാനോ കഴിഞ്ഞിട്ടില്ല എന്ന്. അത്രമാത്രം ജാമ്യയിലെ വിദ്യാർത്ഥികളെ ആ സന്ദർഭത്തിൽ അദ്ദേഹം അനുമോദിച്ചു. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയിൽ നിന്ന് ആ കാലത്ത് ഞങ്ങൾ ജമ്മുൽ ജവാമി ഓതിയത് ഇന്നും മറക്കാതെ നിലനിൽക്കുകയാണ്. 968 ജനുവരി 2 എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ദർസ് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദാണ് എനിക്കവിടെ ദർസ് ആക്കി തന്നത്. ഞാൻ മുദരിസായി തുടങ്ങുകയാണ്. അവിടെ 8 വർഷക്കാലമാണ് ഞാൻ മുദരിസായത്. ഞാൻ അവിടെ മുദരിസാകുന്ന സന്ദർഭത്തിൽ ഞാൻ വളരെ ചെറുപ്പമാണ്. എനിക്ക് ശരിക്ക് ഒരു പണ്ഡിതനുണ്ടാവേണ്ട നിലയിലുള്ള ഒരു ആകൃതിയും പ്രകൃതിയും ആയിട്ടില്ല. താടി ശരിക്ക് വന്നില്ല. ആ നിലക്ക് ഞാനല്ലാത്ത വേറെ ഒരാളാണ് അവർക്ക് മുദരിസാവേണ്ടതെന്നൊരാവശ്യപ്പെട്ടു. അതനുസരിച്ച് കോട്ടുമൽ ഉസ്താദ് അവൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും തിരിഞ്ഞു മറിഞ്ഞ് എൻ്റെ പെരടിയിൽ തന്നെ ആ ചുമതല ഏൽക്കേണ്ട അവസ്ഥ വന്നു. 8 വർഷക്കാലം അവിടെ നിന്ന അതിൻ്റെ തുടക്കം എന്ന നിലയിൽ മഹല്യ ഓതിക്കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് എൻ്റെ ദർസ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് വെറുപ്പുള്ളത് കൊണ്ടോ എനിക്ക് വെറുപ്പുള്ളത് കൊണ്ടോ അല്ല. 8 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ദർസ് ഒന്ന് വിപുലീകരിക്കണമെന്ന നിലയിലുള്ള ഒരാശ ഉണ്ടായി. അപ്പോൾ കൂടുതൽ കിതാബുകളുള്ള പ്രസിദ്ധമായ പണ്ഡിതന്മാരെല്ലാം ദർസ് നടത്തിയ, ഇന്നത്തെ ജാമിയ പോലെ 4 മുദരിസന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് മുദരിസന്മാർ, അത് പ്രഗത്ഭരായ മുദരിസുമാർ. എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദുമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാരുടെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ, എൻ്റെ വേറെ ഒരു ഉസ്താദായ ബഹുമാനപ്പെട്ട വാപ്പുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ണീദ് മുസ്ലിയാർ, വേറെ പിന്നെ ഞങ്ങളുടെ കുട്ടി മുസ്ലിയാരുടെയൊക്കെ ഉസ്താദായിട്ടുള്ള മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കൂടാതെ അന്നത്തെ ഒരു ചെറിയ മുദരിസ് ആയിരുന്ന സദക്കത്തുള്ള മുസ്ലിയാർ. ഇങ്ങനെ 4 മുദരിസന്മാർ, പ്രഗത്ഭരായ മുദരിസന്മാർ ദർസ് നടത്തിയ ചമ്മങ്കടവിലേക്ക് ഒരു ദർസിൻ്റെ ഒരു മുദരിസ് എന്ന ഒരു പദവി എനിക്ക് ലഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദാണത് സ്വീകരിക്കാൻ എന്നോട് പറഞ്ഞത്. 1979 സെപ്റ്റംബർ 10-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങളുടെ കത്തെനിക്ക് ലഭിക്കുന്നത്, അവിടെ മുദരിസായി ചേരണമെന്ന്. മോഡേൺ അറബിയും അതോടൊപ്പം കിതാബുകളും ദർസ് നടത്തണമെന്നായിരുന്നു എന്നോട് അന്ന് നിർദ്ദേശിക്കപ്പെട്ടത്. മോഡേൺ അറബി അറിയുന്ന ആളുകൾ അന്ന് വളരെ കുറവായിരുന്നു. ജമിയത്തുൽ ഉലമയിലും മറ്റും അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമ പലപ്പോഴും സമസ്തനെ പരിചയപ്പെടുത്തി ലേഖനങ്ങൾ എഴുതാനും, സമസ്തനെ പരിചയപ്പെടുത്തി പുസ്തകങ്ങൾ എഴുതാനും, സമസ്തനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ പുസ്തകം അറബിയിൽ എഴുതിയത് ഞാനായിരുന്നു. വേറെ പല ആളുകളെയും അതിലേക്ക് നിയോഗിക്കപ്പെട്ടെങ്കിലും ആ സന്ദർഭത്തിലൊന്നും അവർക്കത് പൂർത്തിയാക്കി സമയത്ത് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ബഹുമാനപ്പെട്ട റീജിയണൽ മുഫത്തീസ് കുഞ്ഞാ മുസ്ലിയാർ ഒരു ചെറുപ്പക്കാരനായ ഒരാളെ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അതാരാണ്? അത് മീനാറുയിൽ മുദരിസായ ആലിക്കുട്ടി മുസ്ലിയാറാണ്. അങ്ങനെയാണ് എന്നെ ആ കാര്യം ഏൽപ്പിക്കാനായി ഷംസുൽ ഉലമ പറ്റും എന്ന് പറഞ്ഞ് എന്നെ അത് ഏൽപ്പിക്കുകയും അതനുസരിച്ച് ആ വിഷയം പൂർത്തിയാക്കുകയും ചെയ്തു. ജാമ്യയിൽ ഇപ്പോൾ 35 വർഷം കഴിഞ്ഞ് 36ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ജാമ്യയിൽ ഉള്ള ജീവിതം പഠനകാലത്തെ ജീവിതം പോലെ
എൻ്റെ അവിടുത്തെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിലെ ജീവിതവും വളരെ സുപ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. 1970കളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശാഖകൾ രൂപീകരിക്കണമെന്ന, അതായത് അതിൻ്റെ കീഴ്ഘടകങ്ങൾ വേണമെന്ന അഭിപ്രായം വന്നത്. അങ്ങനെ വന്നപ്പോൾ പെരിന്തൽമണ്ണയിൽ ജമിയത്തുൽ ഉലമയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ ഉസ്താദ് കായ് മുസ്ലിയാർ സെക്രട്ടറിയും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയും. പ്രസിദ്ധനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട എൻ അബ്ദുള്ള മുസ്ലിയാർ ആയിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്, താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നീട് എന്നെ തന്നെ സെക്രട്ടറിയാക്കി. സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് പിന്നെ പ്രസിഡൻ്റായും ഇന്നും പെരിന്തൽമണ്ണയിൽ അത് അടുത്ത കാലം വരെ അത് തുടർന്ന് വരികയായിരുന്നു. ജാമിഅ നൂരിയിൽ മുദരിസായ സന്ദർഭത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയായിരുന്നു, ഞങ്ങളെ ഒരു പ്രസംഗത്തിലേക്ക്, ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ശ്രോതാക്കളായി ക്ഷണിക്കപ്പെട്ട ഞങ്ങൾ അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളിൽ ബഹുമാനപ്പെട്ട വഹാവുദ്ദീൻ മുസ്ലിയാർ ഉണ്ടായിരുന്നു, പി മുഹമ്മദ് ഫൈലി ഉണ്ടായിരുന്നു. അതുപോലെ സംഘടനയിൽ രണ്ടായിട്ടില്ലെങ്കിലും രണ്ടാകുന്നതിൻ്റെ വക്കിലെത്തിയ ആ സന്ദർഭത്തിൽ രണ്ട് പക്ഷത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അന്ന് എനിക്ക് പ്രബന്ധം അവതരിപ്പിക്കാൻ ഒരു അവസരം വേണം എന്നാവശ്യപ്പെട്ടു. പ്രബന്ധം തയ്യാറാക്കിയിട്ടില്ല, 2 ദിവസം മുമ്പാണ് ക്ഷണം കിട്ടിയത്. അങ്ങനെ ഫിർദൗസ് കുഞ്ഞിമാൻ സാഹിബ് മദ്രാസ് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിലാണ് അവിടെ വെച്ച് കുറച്ച് പ്രബന്ധം കുത്തിക്കുറിച്ചത്. അന്നവിടെ നിന്നു. പിറ്റേന്നും അന്ന് രാത്രിയുമായി അത് ശരിയാക്കി എഴുതി തയ്യാറാക്കി. അങ്ങനെ 1-ാമത്തെ ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടണം. അവർ പറഞ്ഞു, പ്രബന്ധത്തിന് ലിസ്റ്റിലില്ലാത്തവർക്ക് ചിലപ്പോഴേ കിട്ടുള്ളൂ. ഏതായാലും എന്തോ അള്ളാഹുവിൻ്റെ തഖ്ദീർ, അതനുസരിച്ച് 2-ാമത്തെ ദിവസം 1-ാമത്തെ പ്രസംഗം തന്നെ, അതായത് ആ പരിപാടിയുടെ ഉദ്ഘാടനം തന്നെ അള്ളാഹു എൻ്റെ ചുമലിൽ ഏൽപ്പിച്ചു. അന്ന് ലോക പ്രസിദ്ധമായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ, ടെസ്റ്റ് ട്യൂബ് ശിശു, അതുപോലെ രക്തദാനം തുടങ്ങിയുള്ള വിഷയത്തെപ്പറ്റി ഏറ്റവും വലിയ ഒരു പ്രബന്ധമായിട്ട് ആ പ്രബന്ധത്തിൽ അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ലിബിയയാണത് സംഘടിപ്പിച്ചിരുന്നത്. ലിബിയൻ അംബാസഡർ അന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഈ പരിപാടി മുതലായി എന്നാണ് റഹീം മേച്ചേരിയോട് പറഞ്ഞത്. റഹീം മേച്ചേരി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അംബാസഡറെ, കൾച്ചറൽ അറ്റാഷനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം അവരെ കാര്യം പറയുന്നതിന് മുമ്പ് എൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ്, അതായത് ഈ പ്രബന്ധത്തെ പറ്റിയാണ്, അതായത് കേരളത്തിൽ വന്ന പ്രതിഭകളെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. ആ പ്രബന്ധം പിന്നീട് അറബ് രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ചർച്ചയ്ക്ക് വരികയുണ്ടായി. ഇപ്പോഴും ആ വിഷയത്തെപ്പറ്റി ക്ലാസ്സുകളും മറ്റും നടന്നുകൊണ്ടിരിക്കും. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി 2003 മുതൽ 2006 വരെ, അന്ന് മന്ത്രിമാരല്ലാത്ത ഒരാൾ ചെയർമാനായി വരുന്നത് ആദ്യത്തെ സംഭവമാണ്. ഫസ്റ്റ് മന്ത്രിമാരല്ലാത്ത ഒരാൾ ചെയർമാനായി വരുന്നത് ഞാനാണ്. അങ്ങനെ 3 വർഷക്കാലം ഒരുപാട് കാര്യങ്ങൾ ഹജ്ജിന് വേണ്ടി ചെയ്യാൻ അവസരമുണ്ടായി. മാത്രമല്ല, ആദ്യമായി ഒരു പുതിയ സിസ്റ്റം ഇന്ത്യയിൽ വന്നത്, ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇന്തോനേഷ്യയിലും മലേഷ്യയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ നേരിട്ട് മദീനയിലേക്ക് പോവുകയും മദീനയിൽ നിന്ന് അവിടുന്ന് സിയാറത്ത് പൂർത്തിയാക്കി പിന്നെ മക്കയിലേക്ക് എത്തുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് കേരളത്തിൽ വലിയ വിവാദമായെങ്കിലും ഹജ്ജ് കമ്മിറ്റിയിൽ വരെ അത് വിവാദമായിട്ടുള്ളതാണ്. പക്ഷേ അവസാനം ആ കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ് പ്രയോജനകരമെന്ന് ഹാജിമാരായ ആളുകൾ മുഴുവനും അംഗീകരിക്കുകയും 90% ഹാജിമാരും അതാണ് പ്രയോജനകരമായിട്ടുള്ളത്, ഒരു യാത്ര കുറവാണ്, പൈസ കുറവാണ്, ക്ലേശം കുറവാണ് എന്ന നിലക്കുള്ള അഭിപ്രായം അവിടുത്തെ പത്രക്കാർ, അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പത്രക്കാർ, അവിടുത്തെ ചന്ദ്രികയിലും അവിടുത്തെ മനോരമയിലും അവിടുത്തെ മലയാള ന്യൂസിലും എല്ലാ പത്രങ്ങളും ഹാജിമാരുടെ അഭിപ്രായം വന്നതോടുകൂടി ആ വിഷയം ഒരു ശ്രദ്ധേയമായി. ഇന്ത്യയിൽ ഇങ്ങനെയൊരു പരിപാടി നടപ്പാക്കാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ഹജ്ജ് കമ്മിറ്റിയോട്, ഇവിടുത്തെ കേരള ഹജ്ജ് കമ്മിറ്റിയോട് ഈ വിഷയം വന്നപ്പോൾ അന്നത്തെ ഹജ്ജ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കോഴിക്കോട് ജില്ലാ കലക്ടർ അദ്ദേഹം എന്നോട് ചോദിച്ചു. പെട്ടെന്ന് അതിന് മറുപടി പറയുകയും പിന്നുള്ള ആളുകൾ, ഹജ്ജ് കമ്മിറ്റിയിൽപ്പെട്ട മറ്റുള്ള ആളുകളിൽ നിന്ന് അതിന് അനുകൂലമായ അഭിപ്രായം തേടുകയും ചെയ്തു. എന്നാലും കുറേ ആളുകൾക്ക് അതിൽ ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾ അപ്പം മറ്റ് ലോകരാജ്യങ്ങളിലുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ സിസ്റ്റം നേരത്തെ എനിക്ക് ആയിരുന്നതുകൊണ്ട്, അതായത് ഹജ്ജ് കമ്മിറ്റി SOS നടത്തിയ ഹജ്ജ് കമ്മിറ്റിയിൽ അതിൻ്റെ അമീറായി ഒരു 2-3-4 വർഷം പോയതുകൊണ്ട്
മറ്റുള്ള ആളുകളുമായി മറ്റുള്ള രാജ്യങ്ങളുടെ സിസ്റ്റവുമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് ഇതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഹജ്ജ് കമ്മിറ്റിയുടെ 3 വർഷക്കാലത്തേക്ക് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി എന്നെ നിയോഗിക്കപ്പെട്ടു. അതിനുശേഷം ഹജ്ജ് കമ്മിറ്റിയുടെ ഫൈനാൻസ് സെക്രട്ടറി എന്ന ഫൈനാൻസിൻ്റെ ഒരു ചെയർമാൻ എന്ന പദവിയും എനിക്കാണ് ലഭിച്ചത്. വിമാനങ്ങൾ ചാർട്ട് ചെയ്യുന്ന കമ്പനിയിലും അതുപോലെ റൂമെടുക്കുന്ന വിഷയത്തിലും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലുമെല്ലാം ഉത്തരവാദിത്തമുള്ള ആൾക്കാണ് ഫൈനാൻസ് സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആ നിലക്കും അത് ഏകദേശം നല്ല നിലയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ അനുഭവം. ഒരുപാട് ഹാജിമാർക്ക് അതുകൊണ്ട് ഗുണം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹാജിമാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹാജിമാർക്ക് തന്നെ. വലിയ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സന്ദർഭം, ആ സന്ദർഭത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉണ്ടായിട്ടുള്ള ഒരു ശാന്തി യാത്ര, ആ ശാന്തി യാത്രയിലേക്ക് ആവശ്യമായ അന്നത്തെ ചെറിയൊരു തുക 50,000 റുപ്യ അവിടുത്തെ സൗദിയിലെ സഹോദരന്മാർ സഹായിച്ചിട്ടാണ് ആ യോഗം നടത്തിയത്. പിന്നെ ഇവിടെ വെച്ചത് വമ്പിച്ച വിജയമാക്കിയെന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റും കേരളത്തിലുള്ള പ്രതിനിധികളും അതുപോലെ ഇന്ത്യ ലെവലിൽ മുഴുവനും ഈ പ്രകടനം അല്ലെങ്കിൽ ഈ ശാന്തി യാത്ര വളരെ പ്രയോജനകരമായി എന്ന നിലക്ക് അഭിനന്ദനങ്ങൾ ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം വേറെയും ഒരുപാട് സമ്മേളനങ്ങളും അതുപോലെ മറ്റുള്ള പരിപാടികളും നടത്താനും അതിൽ പങ്കാളിയാവാനും സാധ്യമായിട്ടുണ്ട്. അവസാനമായി ഈ പ്രാവശ്യം 60ാമത് വാർഷിക സമ്മേളനം ചരിത്ര പ്രസിദ്ധമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമസ്തയിൽ നിന്ന് ഒരു പൈസയുമില്ലാതെ, സമസ്തക്ക് സാമ്പത്തികമായി പത്രത്തിൻ്റെയും മറ്റും പ്രശ്നം ഉള്ളതുകൊണ്ട്, സാമ്പത്തികമായ പ്രയാസമുള്ളതുകൊണ്ട് സമസ്തയിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ ഈ സമ്മേളനം നടത്തണം എന്ന ഒരു നിർബന്ധമായ ഒരു കരുത്ത്, ഒരു നിയ്യത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെയൊക്കെ കൂട്ടായ ശ്രമം കൊണ്ട് അതും വലിയ വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞു. 4 പത്രങ്ങളുടെ ചീഫ് എഡിറ്ററാണ്. സുന്നി അഫ്കാർ വീക്കിലിയിലും അതുപോലെ അൽ മുഅല്ലിം മാസികയിലും ഡാറ്റാനെറ്റ് ഇൻ്റർനാഷണൽ ഫോർ ഇസ്ലാമിക് പ്രോപഗേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ്, അതിൻ്റെ ചീഫ് എഡിറ്റർ. എല്ലാറ്റിലുമുപരി അറബികളുടെയിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മജല്ലത്തു അന്നൂർ മാസിക എന്ന അറബി മാഗസിൻ, അതിൻ്റെയും ചീഫ് എഡിറ്ററായി വർക്ക് ചെയ്യുന്നു. പിന്നെ അന്താരാഷ്ട്ര സമിതികളിൽ പലതിലും പങ്കെടുത്തു. കേരള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള റഫറൻസർ കോഴ്സിൽ 2 വർഷക്കാലം ഞാനതിൽ പലപ്പോഴായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും പ്രൊഫസർമാർക്കും പ്രിൻസിപ്പാൾമാർക്കും ലെക്ചറർമാർക്കും അവിടെ അറബി ഭാഷയിലും അതുപോലെ മറ്റ് വിവിധ വിഷയങ്ങളിലുണ്ടായി. കൂടാതെ സീഫിൽ എന്ന് പറയുന്നൊരു സംഘടന, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ്, അതിൻ്റെ ഒരു വിഷയത്തിൽ സിലബസ് തയ്യാറാക്കുന്നതിൽ, ഇന്ത്യാടിസ്ഥാനത്തിൽ ഒരു പുതിയ സിലബസ് തയ്യാറാക്കുന്നതിൽ 1987 എന്നെ ക്ഷണിക്കുകയും ഞാനതിൽ രേഖ സമർപ്പിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. 1986 ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഞങ്ങൾ 5 ആളുകളുടെ പേര് സമസ്തയിലേക്ക് എഴുതി ഷംസുൽ ഉലമയെ ഏൽപ്പിച്ചത്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, വേറെ ഒരാൾ ജാമ്യയുടെ ഞങ്ങളുടെ സീനിയറായിരുന്ന കരുവാരകുണ്ട് അബ്ദുള്ള മുസ്ലിയാർ, വേറെ ഒന്ന് ബഹുമാനപ്പെട്ട കടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വേറെ ഒരാൾ കോയക്കുട്ടി മുസ്ലിയാർ, 5ാമത്തെ ആൾ ഞാനായിരുന്നു. അങ്ങനെ 5 ആളുകളിൽ 3 ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, കടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ അബ്ദുള്ള മുസ്ലിയാർ, 3 ആളും വഫാത്തായി. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അന്ന് വന്ന ആളുകളിൽ ഞാനും കോയക്കുട്ടി മുസ്ലിയാരും മാത്രമാണ്. കോയക്കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റായും ഞാൻ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായും ഇപ്പോൾ നിലനിൽക്കുന്നു. 1987 ഞങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്തയിൽ ഇങ്ങനെയുള്ള ചെറിയൊരു പ്രയാസമുണ്ടായത്. കൂട്ടുമൽ ഉസ്താദും ഉസ്താദും എല്ലാം ഉള്ള സമയത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോയ 6 ആളുകളുമുള്ള ആ സദസ്സിൽ, ഞങ്ങളെല്ലാവരുമുള്ള ആ സദസ്സിൽ നിന്നാണ് അവരന്ന് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോകാനുണ്ടായ സാഹചര്യങ്ങൾ ദുഃഖകരമാണ്, വിളർപ്പ് അതിലേറെ ദുഃഖകരമാണ്. ഏതായാലും അന്നത് പോയതിനു ശേഷം പിന്നീട് പല നിലയിൽ പോയി. വിളർപ്പ് ഉണ്ടായ ശേഷം ബഹുമാനപ്പെട്ട ഐദറൂസ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഐദറൂസ് മുസ്ലിയാരും ഞാനും അതുപോലെ നമ്മുടെ PP മുഹമ്മദ് ഫൈലിയും അതുപോലെ വാപ്പു മുസ്ലിയാരും എല്ലാം കൂടി അതിൻ്റെ ഒരു യോജിപ്പിൻ്റെ ശ്രമവുമായി അവിടെ എത്തുകയും
അങ്ങനെ അത് രണ്ടാമതൊന്ന് തുന്നിച്ചേർക്കാനുള്ള മാർഗം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അത് പൂർണ്ണമായില്ല. പല സന്ദർഭങ്ങളിലായി യോജിപ്പിൻ്റെ മേഖലകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തോ സംഗതിവശാൽ അള്ളാഹു അത് നിശ്ചയിച്ചില്ല എന്നേ ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെ പോയി ഇപ്പോൾ അത് വളരെ മോശമായ നിലയിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ശംസുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അത് തുടങ്ങിയ സന്ദർഭത്തിലുള്ള ആ ലൈനിൽ തന്നെ നിലനിൽക്കുകയാണ്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. SYSൻ്റെ ഹജ്ജ് സെൽ രൂപീകരിച്ചപ്പെട്ടപ്പോൾ അതിൻ്റെ അമീറായിട്ടാണ് എന്നെ നിയോഗിച്ചത്. അപ്പോൾ അതനുസരിച്ച് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു നമ്മളെന്നെ ഒരു പുസ്തകം അതിനെപ്പറ്റി എഴുതണം. അതനുസരിച്ച് ഹജ്ജിനെ സംബന്ധിച്ച് ഒരു പുസ്തകം പുണ്യഭൂമിയിലേക്ക് എന്ന പേരിൽ ആദ്യമായി ഒരു പുസ്തകം രേഖപ്പെടുത്തി. അത് പ്രസിദ്ധീകരിച്ചു. മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയാണ്, മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘമാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് മുസ്ലിം ലോകം എന്ന നിലക്ക് ഒരു പുസ്തകം, അതാണ് ആ പുസ്തകം 1421 1423 1425 2 വർഷം ഇടപെട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് 800 പേജ്, രണ്ടാമത്തത് 1500ഓളം പേജ്, മൂന്നാമത്തത് ഒരു 1000-700 പേജ് ഉള്ള നീണ്ടൊരു പുസ്തകമായിരുന്നു. വേറെ ഒരു പുസ്തകം ഇസ്ലാമിക മുന്നേറ്റം ആഗോളതലത്തിൽ. ആ പുസ്തകത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, അവിടുത്തെ സംഘടനകൾ, ആ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അറബി, ഇംഗ്ലീഷ്, മലയാളം എന്ന ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു മുഅ്ജം, ഒരു ഡിക്ഷണറി. വേറൊന്ന് ലൈസലിൽ യഹൂദി ഹക്കും ഫി ഫലസ്തീൻ, ഫലസ്തീനിൽ ജൂതന്മാർക്ക് എന്തവകാശം, അവർക്ക് അവകാശമില്ല എന്നൊരു പുസ്തകം. വേറൊന്ന് അൽ അദ്കാർ എന്ന് പറഞ്ഞ ദിക്റിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചെറിയ ചെറിയ ലേഖനങ്ങളുടെ സമാഹാരങ്ങളും ഇപ്പോൾ പുസ്തകമാക്കി വരുത്താനുള്ള ശ്രമത്തിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ നയം അതിനില്ല. എന്നാലും ഏറെക്കുറെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങളും ഇന്ന് ഹൈദരലി ശിഹാബ് തങ്ങളും ഏത് ലൈനിലാണോ നീങ്ങുന്നത് ആ ലൈനിൽ തന്നെ നീങ്ങാനാണ് സമസ്തയിലെ 85-90% ആളുകളും നിൽക്കുന്നത്. മറ്റുള്ള രാഷ്ട്രീയക്കാരുമായി സമസ്തക്ക് പ്രത്യേകമായ വിരോധങ്ങളൊന്നുമില്ല. സമസ്തയുമായി എങ്ങനെയാണ് അവർ സമീപിക്കുന്നത് അതിനനുസരിച്ച് അവരുമായി ബന്ധപ്പെടാനും താല്പര്യപ്പെടാനും അവരെ നമ്മുടെ സംഘടനകളിലേക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും സ്ഥാപന പരിപാടിയിലേക്കും ക്ഷണിക്കുന്നതിലും നാം ഒരു അമാന്തവും കാണിക്കാറില്ല. എല്ലാവരോടും ഒരു സൗഹൃദം, സഹകരണം, പിന്നെ സഹവർത്തിത്വം എന്ന നിലയിലാണ് സമസ്ത ആഗ്രഹിച്ചിട്ടുള്ളത്. അത് സമസ്തയുടെ തുടക്കം മുതൽ ഇന്നും അത് തുടരുക. ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു പത്രം തന്നെ തുടങ്ങുന്നത്, സുപ്രഭാതം തുടങ്ങുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പത്രങ്ങൾ നമ്മൾക്കുണ്ട്. അതിൽ വീക്കിലികളുണ്ട്, മുഅല്ലിമീങ്ങൾക്കായി പ്രത്യേക പത്രങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ കുടുംബത്തിനുണ്ട് കുരുന്നുകൾ. അങ്ങനെ പല പുസ്തകങ്ങളുള്ളതിനോടുകൂടി ഒരു ദിനപത്രം വേണമെന്നുള്ളതാണ്. ദിനപത്രം എന്നുള്ളത് ഒരു പത്രത്തിനോട് വിരോധം കൊണ്ടോ ഒരു പത്രത്തിനെ തകർക്കാനോ ഒന്നിനെ പരാജയപ്പെടുത്താനോ ഉള്ളതല്ല. 10,000-ഓളം മദ്രസകളുള്ള നമുക്ക് 50-ൽ ചില്ലാനം ജൂനിയർ കോളേജുകൾ, അതുപോലെ മറ്റ് ഓർഫനേജുകൾ, ഇതൊക്കെയുള്ള നമ്മുടെ വാർത്തകൾ ഒരു പത്രത്തിൽ മാത്രം വരാനോ ഒരു പത്രത്തിന് മാത്രം അത് ആ കാര്യം ഏറ്റെടുക്കാനോ അസാധ്യമാണ്. അത് ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞാലും അത് ഏൽക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ പത്രങ്ങളിൽ തന്നെ നമ്മുടെ വാർത്തകൾ മുഴുവനും കൊടുക്കാൻ കഴിയുമോ എന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ യുവജന വിഭാഗമാണ്. യുവജനങ്ങൾ ഇന്ന് ധാർമ്മികമായി വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല അന്തർദേശീയ തലങ്ങളിലും യുവജനങ്ങൾ പുറകോട്ട് തന്നെയാണ്. ധാർമ്മികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിങ്ങൾ അവർക്ക് ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകളിലേക്ക് കൊണ്ടുവരണമെന്ന നിലക്കാണ്. സൗദി അറേബ്യയിൽ ഏത് ഭാഗത്ത് യാത്ര ചെയ്യുകയാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ കബ്ബിറുല്ലാ, അല്ലാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാ എന്ന് പറയണം. താഴ്ന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ നിലക്ക് ഉത്ബോധനം.
പള്ളിയിലെ നിസ്കാരത്തിൻ്റെ ശേഷം നടത്തുന്ന ദുആകൾ, ആ ദുആകൾ ചൊല്ലണം. ആ ദുആകൾ അച്ചടിച്ച് വലിയ ബോർഡുകളാക്കിയിട്ട് പള്ളികളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്, റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. വലിയവരോട് ആദരവ് വേണമെന്നും ചെറിയവരോട് സ്നേഹം വേണമെന്നുമുള്ള ആ പഠനം ജനങ്ങളിൽ നിന്ന് പറ്റപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ നിലക്കൊക്കെ ധാർമ്മികതയിലേക്ക് ആളുകളെ കൊണ്ടുവരണം എന്ന നിലക്കാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ പലരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ആ നിലക്ക് തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിൽ സലാത്തിൻ്റെ മജ്ലിസുകളും അതുപോലെ പ്രാർത്ഥനകളുടെ മജ്ലിസുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇടക്കിടക്കെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്ബോധനം ലഭിക്കാറുണ്ട്. നിരന്തരമായ ഉത്ബോധനം നമ്മുടെ മക്കൾക്ക് കിട്ടണം. നമ്മുടെ പത്രങ്ങളും മാഗസിനുകളും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നല്ല താല്പര്യം കാണിക്കേണ്ടതാണ്. സുപ്രഭാതം നമുക്കിതിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി വരും. അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ, മീഡിയകൾ, ആ മീഡിയകളൊക്കെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ സന്താനങ്ങൾക്ക് ആവശ്യമായ, യുവജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അവർക്ക് വഴി കാണിക്കാനുള്ള ചില പ്രത്യേകമായ ഗൈഡുകളും കൊടുത്താൽ ഒരളവോളം അവരെ നല്ല നിലക്കാക്കി തീർക്കാൻ കഴിയും. മയക്കുമരുന്നിൻ്റെ പിന്നാലെയും അതുപോലെ അധാർമികതയുടെ പിന്നാലെയും നമ്മുടെ ചെറിയ ചെറിയ മക്കൾ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരിലാണ് നമ്മുടെ മീഡിയകളും നമ്മുടെ പത്രങ്ങളും എല്ലാം കഠിനമായി ശ്രമം നടത്തേണ്ടത്. അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടികൾ നമ്മുടെ മീഡിയകളിൽ കൂടി ഉണ്ടാവണം. ഇത്തരത്തിലുള്ള മീഡിയകൾ അതിന് സഹായമായി വർത്തിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉദ്യമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ നേതാക്കന്മാരായിരുന്ന നമ്മുടെ സയ്യിദുമാരും നമ്മുടെ പണ്ഡിതന്മാർ തന്നെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഒക്കെ കൂടെയുള്ളത്. ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല. സമുദായത്തിന് ഒരാൾ എന്നെക്കൊണ്ട് നന്നായി തീർന്നാൽ നിനക്ക് ഈ ഭൗതിക ലോകത്തുള്ളതിലെ ഏറ്റവും മെച്ചമായിട്ടുള്ളതാണ്. ലാ യഹ്ദിയ ബികല്ലാഹു റജുലൻ വാഹിദൻ, ഒരാളിന് എന്നെക്കൊണ്ട് നന്നായി തീർന്നാൽ നിനക്ക് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാണ് ഗുണകാരകണമെന്ന് ബഹുമാനപ്പെട്ട ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതാണ്.